അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി അൽ മുജ്തബ വഅസ്ഹാബിഹി അൽ മുർത്തദ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك حدود الله ومن يطع الله ورسوله ويدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم. ആദരണീയായ മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് PTB സാജിദ സാഹിബ, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച റഹ്മാബി ടീച്ചർ, വിഷയാവതരണം നിർവഹിച്ച റുക്സാന സാഹിബ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കോണുകളിൽ നിന്ന് സംസാരിച്ച പ്രമുഖ വ്യക്തികൾ, ഇനിയും നമ്മോട് സംസാരിക്കാനിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സാജിദ സാഹിബ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹൽ വ്യക്തികളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി തന്നെ ഈ സദസ്സ് കാണുമ്പോൾ സന്തോഷവും അതോടൊപ്പം തന്നെ ഇത്തിരി വിഷമവും തോന്നുകയാണ്. കാരണം നമ്മൾ സംസ്ഥാന തലത്തിൻ്റെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ കുറച്ച് വൈകി വന്ന ആളുകൾക്ക് സീറ്റില്ലാതെ പോയി എന്ന ഒരു ദുഃഖം, അതിൽ സംസ്ഥാന തലത്തിന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്നാലും ഇത്രയധികം ആളുകൾ പങ്കെടുക്കും എന്നൊരു പക്ഷേ മലപ്പുറം ജില്ലയിലെ സംഘാടകർ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ പോലും അവർ കുറേയധികം ചെയറുകൾ അധികം ആവശ്യപ്പെട്ടിരുന്നു എന്നും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഏതായാലും അൽഹംദുലില്ലാഹ് 2-3 മണിക്കൂറുകൾ ആയി വളരെ സമാധാനത്തോടുകൂടി. എനിക്കതിലൊക്കെ ഏറെ സന്തോഷം തോന്നുന്നത് ഇത്രയും ആളുകൾ കൂടിയ ഒരു സദസ്സിൽ ഒരു തരത്തിലുള്ള ഒരു അപശബ്ദം പോലും കേൾക്കുന്നില്ല എന്നതാണ്. വളരെ സന്തോഷം തോന്നി. അതിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലോ അല്ലെങ്കിൽ ആളുകളുടെ കലപിലയോ അല്ലെങ്കിൽ ഒരു മൂളലോ അങ്ങനെ ഒന്നും തന്നെ ഒരു സാധനവും ഇവിടെ അപശബ്ദമായി നമ്മൾ കേട്ടിട്ടില്ല എന്നത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. ഏറെ നേരമായി നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ധാർമ്മിക മൂല്യശോഷണത്തിൻ്റെയും അതുമൂലം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചും വിപത്തുകളെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അതിലേക്കൊന്നും തന്നെ ഞാൻ കടക്കുന്നില്ല. ഇസ്ലാമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ബഹുമുഖ വർണ്ണങ്ങൾ മനസ്സിലാക്കി തന്ന ദർശനമെന്ന് ഇവിടെ ധാരാളം ആളുകൾ സംസാരിക്കുകയുണ്ടായി. ഏറെക്കുറെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി തന്നെയാണത്. വളരെ മനോഹരവും അടുക്കും ചിട്ടയുമുള്ള വ്യവസ്ഥയുള്ള ഒരു ജീവിത ആവിഷ്കാരമാണ് ഇസ്ലാം എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി തന്നെയാണ്. എന്നാൽ ജീവിത ലക്ഷ്യം ശാരീരിക ആവശ്യങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് വാദിക്കുന്നത് കാർൽ മാർക്സിനെ പോലെയുള്ള ഭൗതികവാദികളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചങ്ങമ്പുഴയുടെ കവിത പോലെയാണ് അവരതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ത് വന്നാലും എനിക്ക് ആസ്വദിച്ചിടണം മുന്തിരിച്ചാറു പോലുള്ളൊരു ഈ ജീവിതം, എന്നും അതിൻ്റെ ലഹരിയിൽ ആനന്ദ തുന്നില മെന്മനം മൂളിപ്പറക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് ജീവിതത്തോടുള്ള ഭൗതികവാദികളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കുറേ ആളുകൾ സംസാരിച്ചു കഴിഞ്ഞു, ഓരോ മനുഷ്യനും തൻ്റെ ശരീരത്തിൻ്റെ മേൽ പൂർണ്ണ അവകാശമുണ്ടെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അവനവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നുമുള്ള ലിബറൽ വാദങ്ങളും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളായിട്ടുള്ള ജെൻഡർ വാദങ്ങളും സ്ത്രീവാദങ്ങളും ഉദാര ലൈംഗികതയും ഒക്കെ ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അവിടേക്ക് ഞാൻ ഇനി പ്രവേശിക്കുന്നില്ല. എത്രത്തോളമാണ് ഈ സ്വാതന്ത്ര്യവും ഉടമാവകാശവും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതും 1-2 പേർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അവനവൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ തന്നെ ഒന്ന് നോക്കിയാൽ ഒരു സിമ്പിൾ ലോജിക്കാണ്. ഒരു സിമ്പിൾ ലോജിക്കിൽ നിന്ന് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കുറച്ചു നേരം കേൾക്കണമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമാണോ? സാധ്യമല്ല. ഓരോ അവയവത്തെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ തന്നെയാണ് അവയുടെ ധർമ്മങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ
മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെയാണ് അവൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് പറയേണ്ടതും. കാരണം നമ്മുടെ കോലം, നമ്മുടെ ചേല്, നമ്മുടെ രൂപം, നമ്മുടെ വലിപ്പം, നമ്മുടെ നിറം, നമ്മുടെ ദേശം, നമ്മുടെ മാതാപിതാക്കൾ, ഇതൊന്നും തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല. അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്കില്ല. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതി എത്രത്തോളമാണ് എന്ന് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. അപ്പൊ നമ്മുടെ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ നൽകിയ ദൈവം തമ്പുരാൻ തന്നെയാണ്, സൃഷ്ടാവ് തന്നെയാണ്, പടച്ചവൻ തന്നെയാണ് നമുക്ക് സാൻമാർഗിക നിയമങ്ങളും നൽകേണ്ടത് എന്നതാണ് ഈ പറഞ്ഞ സിമ്പിൾ ലോജിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേഹേച്ഛകളുടെ അടിമയായി മോഹങ്ങളെ കയറിയൂടി വിടുന്നവരല്ല യഥാർത്ഥ സ്വതന്ത്ര. സുന്ദരമായ ലോകത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ യുക്തിഭദ്രമായ നിയമങ്ങളെ കണിശമായി പാലിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പടച്ച തമ്പുരാൻ ചോദിക്കുന്നത്, അഫറായിത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, തന്റെ ഇച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ആ ചോദിച്ചതിന് ശേഷം പറയുന്നുണ്ട്, അവനെ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ പിഴവിയിലാക്കിയിരിക്കുന്നു, അവന്റെ കേൾവിക്കും ഹൃദയത്തിനും മുദ്ര വെച്ചിരിക്കുന്നു, അവന്റെ കണ്ണിന് മൂടിയിട്ടിരിക്കുന്നു. പിന്നെ ആരാണ് അള്ളാഹുവിന് ശേഷം അവർക്ക് മാർഗദർശനം നൽകുവാനുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നത് യഥാർത്ഥത്തിൽ അയാളുടെ അരാജകത്വവാദങ്ങളല്ല. യഥാർത്ഥത്തിൽ അയാളെ സ്വതന്ത്രനാക്കുന്നത് നേരത്തെ ഒക്കെ നമ്മൾ കേട്ടതുപോലെ അവൻ അനുഷ്ഠിക്കേണ്ടുന്ന സദാചാര ബോധങ്ങളാണ്, ധാർമ്മിക സദാചാര മൂല്യങ്ങളാണ് അവനെ സ്വതന്ത്രനാക്കുന്നത്. അതാണ് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാകുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അടിമയുടെ സ്വാതന്ത്ര്യമായിരിക്കും. ഗാന്ധിജി അതാണ് പറഞ്ഞത്. അപ്പൊ ഇത്രത്തോളമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്താണ് നമുക്ക് നേടിത്തരേണ്ടത്? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരേണ്ടത് സമാധാനവും സുരക്ഷിതത്വവുമാണ് യഥാർത്ഥത്തിൽ നേടിത്തരേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന, ലിംഗസമത്വം എന്ന് പറയുന്ന, ലിബറലിസം എന്ന് പറയുന്ന വാദങ്ങളൊക്കെയും നമുക്ക് നേടിത്തരുന്നത് യഥാർത്ഥത്തിൽ അശാന്തിയും ആത്മസംഘർഷങ്ങളും അപഹാസ്യതയുമാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2017 ഒക്ടോബർ 15 അലൈസ മിലാനോ എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമാ നിർമ്മാതാവായ ഹാർവി വെയിൻസിനെതിരെ പീഡനം ആരോപിച്ച് തുറന്നു പറഞ്ഞ് മീ ടു ക്യാമ്പയിൻ ഹാഷ്ടാഗ് കൊടുങ്കാറ്റ് വീശിയത്. അതിൻ്റെ ഒക്കെ അലയൊലി തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രൂ കോപ്പി തന്നെയാണ് മോളിവുഡിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുവാനല്ല ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇത് സമൂഹത്തിൽ സിനിമാ മേഖലയിൽ മാത്രം കാണുന്ന ഒരു സാധാരണ സംഭവമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. കേരളക്കാർ അങ്ങനെ വിചാരിക്കുകയുമില്ല. തൊഴിൽശാലകൾ മുതൽ പാഠശാലകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന മലിമസമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോർമലൈസ് ചെയ്യുകയല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും പത്രമാധ്യമങ്ങളും ഒക്കെ തന്നെ ഇതിലിടപെടുകയും നിയമ നടപടികൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിയമ നടപടികൾ ഉണ്ടാകണം, അന്വേഷണങ്ങൾ വേണം, നിയമ നടപടികൾ വേണം. ഇവിടെ നിയമ നടപടികൾ വേണം എന്ന് പറയുമ്പോൾ ആണിനും പെണ്ണിനും നീതി ലഭിക്കണം. ആരോപണമാണ് എങ്കിൽ ആ ആരോപണം തെളിയിക്കപ്പെടാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ആരോപിച്ചവർക്കെതിരെ ശിക്ഷ നടപ്പാക്കാൻ സാധ്യമാകണം. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ തരത്തിൽ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, സെൻസേഷണൽ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രിന്റ് വിഷ്വൽ മീഡിയകൾ അവർ പുതിയ പുതിയ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അവിടെ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ മാനാഭിമാനത്തിനോ സത്യസന്ധതക്കോ യാതൊരു വിലയും കൽപ്പിക്കാറില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇവിടെയൊക്കെയും നീതി ഉണ്ടാവണം എന്നാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ എന്നാണ്. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, ഫിത്ന ഉണ്ടാക്കുക എന്ന് പറയുന്നത് കൊല്ലുന്നതിനേക്കാളും ഗുരുതരമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഹുദൂദുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഹുദൂദുല്ലാ എന്ന പദപ്രയോഗം, അള്ളാഹുവിന്റെ പരിധികൾ എന്ന പദപ്രയോഗം പരിശുദ്ധ ഖുർആനിൽ 13 സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ 13 സ്ഥലങ്ങളിലും മനുഷ്യർ ഇടപെടാൻ പാടില്ലാത്ത, എത്തിപ്പെടാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട സംഗതികളെ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല ഈ പരിധികളെ നമുക്ക് വിവരിച്ചു തരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഈ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം തടയിടുന്നത്. ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാവരുത്, അവിടെ ദൃഷ്ടികൾ താഴ്ത്തണം, സൗന്ദര്യ പ്രദർശനം ആരുടെ മുമ്പിലൊക്കെ ആവാം, വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം, ആരെയൊക്കെയാണ് വിവാഹം കഴിക്കപ്പെടാൻ പറ്റാത്തത്, തുടങ്ങിയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്രമവും താളവുമുണ്ട്. ഈ ക്രമം തെറ്റുമ്പോഴാണ് അത് അക്രമമാകുന്നത്, ഈ താളം തെറ്റുമ്പോഴാണ് അത് അവതാളമാകുന്നത്. യഥാർത്ഥത്തിൽ ഈ മോറൽ നിയമങ്ങളുള്ളത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും മോറലായിട്ടുള്ള സദാചാര നിയമങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തുല്യനീതി ലഭിക്കുന്ന രീതിയിലാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ വിഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീഫയായി തെരഞ്ഞെടുത്തപ്പോൾ തന്നെ, അവന്റെ അമാനത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവനായി സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യനെ പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും അവന് നൽകിയിരിക്കുന്നു എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ജീവിതവും മരണവും ഒരുപോലെ യാഥാർത്ഥ്യമാണ്, ഒരുപോലെ പാഠവുമാണ്. പല മരണങ്ങളും നമ്മുടെ മുമ്പിൽ പാഠങ്ങളാണ്, ഒരുപാട് മരണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇത് പറയുമ്പോൾ കയറി വരും. യഥാർത്ഥത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രസിദ്ധമായ അന്ത്യാഭിലാഷം സംബന്ധിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്റെ ചികിത്സിച്ച വിശുദ്ധരന്മാരാണ്. എന്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിലൂടെയൊക്കെ മുത്തും പവിഴങ്ങളും വിതറണം. എന്റെ ശവമഞ്ചത്തിൽ നിന്ന് എന്റെ കൈ പുറത്തേക്ക് തൂക്കിയിടണം. എന്തിനാണ് ഇവിടെ ഞാൻ കെട്ടിപ്പിടിച്ചതും ഒന്നും കൊണ്ടുപോകാതെ ഇട്ടേച്ചാണ് പോകുന്നത് എന്ന് ജനങ്ങൾ അറിയണം. ഇതേ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ കാണുന്നുണ്ട്. ലതാ മങ്കേഷ്കർ അവരുടെ രോഗാവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് 7 ഹെയർ ഡ്രസ്സേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ തലയിൽ ഒരു മുടി പോലുമില്ല. എനിക്ക് ഏറ്റവും വില കൂടിയ വാഹനം ഉണ്ടായിരുന്നുണ്ട് എൻ്റെ ഗാരേജിൽ, പക്ഷേ എൻ്റെ വാഹനം ഇപ്പോൾ എൻ്റെ വീൽ ചെയറാണ്. എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു കൊട്ടാരമാണ്, ഇപ്പോൾ ഞാൻ കിടക്കുന്നത് ഹോസ്പിറ്റലിൽ ഒരു കൊച്ചു കട്ടിലാണ്. ഏറ്റവും വില കൂടിയ വസ്ത്രമാണ് ഞാൻ ധരിച്ചിരുന്നത്, ഇപ്പോൾ എൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ തന്നിട്ടുള്ള ഗൗണാണ്. ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, ഞാൻ 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, ഇപ്പോൾ എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു നുള്ളുപ്പും കുറെ ഗുളികകളുമാണ്. അവർ പറയുന്നുണ്ട്, നിങ്ങൾ നന്മ ചെയ്യുക, നന്മ ചെയ്യുക. നിസ്സഹായ അവസ്ഥയിൽ അവർ പറയുകയാണ്. ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മരണത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാനില്ല, രോഗത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ ഒരു നിസ്സഹായ അവസ്ഥ വരെ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് നമ്മൾ അറിയണം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയ മതമാണ് ഇസ്ലാം എന്ന് നമുക്കറിയാം. ആ ഒരു അവസ്ഥയിലാണ്, സ്വാതന്ത്ര്യത്തിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സ്ത്രീകളെ കൊണ്ട് നടക്കുന്നത് എന്നുകൂടി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാ രംഗത്തും സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകിയിരിക്കുന്നു. പ്രായ വ്യത്യാസം അനുസരിച്ച് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും, അതുപോലെ ഇപ്പൊ ഇവിടെ പറഞ്ഞ അറിയാം, വിങ്സ്, അതുപോലെ തന്നെ EMF തുടങ്ങിയ എല്ലാ മേഖലകളിലും, തനിമ തുടങ്ങിയ എല്ലാ മേഖലകളിലും ആളുകൾക്ക് അവസരം നൽകിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ പ്രസ്ഥാനത്തിന്റെ ഈ വഴി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്ക് അവസരം തരണം, എന്റെ മാതാപിതാക്കൾക്കും എനിക്കും ശുക്ർ കാണിക്കാനുള്ള അവസരം തരണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന്റെ മറുപടിയാണ് ഈ പ്രസ്ഥാനം നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ജനസേവന രംഗത്ത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ പ്രവർത്തകർ എത്രമാത്രമാണ് അവിടെ പണിയെടുത്തത്. നമ്മുടെ പ്രവർത്തകർ ഇസ്ലാമിക പ്രവർത്തകരാണ്. അവര് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഇസ്ലാമിക പ്രവർത്തകരാണ് അവർ ചെയ്തു കൂട്ടിയ സേവനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏതായിരുന്നാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ പണിയെടുക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളാണ് ഈ പ്രസ്ഥാനം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യുവാനുള്ളത്, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഈ പരീക്ഷണാലയത്തിൽ അവന്റെ പരീക്ഷ സുന്ദരമായി ഭംഗിയായി എഴുതി നമ്മുടെ റോൾ നിർവഹിച്ചുകൊണ്ട് നാഥനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിനാ വസ്ലി ദാത്തി ബൈനിനാ വഹ്ദിനാ സുബുലസ്സലാം വനജ്ജിനാ മിനൽ ളുലുമാതി ഇലൻ നൂർ വജന്നിബിനൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ വബാരിക് ലനാ ഫീ അസ്മാഇനാ വഅബ്സാരിനാ വഖുലൂബിനാ വഅസ്വാജിനാ വദുരിയാതിനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
الرحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.